Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. We are continuing with a study on the fatherhood of our God. നമ്മുടെ ദൈവത്തിൻ്റെ പിതൃത്വം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ നമ്മൾ തുടരാൻ വേണ്ടി പോവുകയാണ്. And we are taking each letter in the word Father, F-A-T-H-E-R. അത് മാത്രമല്ല ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ ഓരോ വാക്കുകളും എടുത്തിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Today we are going to take the third letter, T. ഇന്ന് നമ്മൾ ഇതിലെ മൂന്നാമത്തെ ലെറ്റർ അയക്കുന്ന ടി ആണ് സംസാരിക്കാൻ പോകുന്നത്. So get ready with your Bibles and notebooks. നിങ്ങളുടെ ബൈബിളുകളും നോട്ട്ബുക്കുകളും ഒക്കെ ആയിട്ട് തയ്യാറാവുക. And here we go. We are going to pray for the sponsors. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. മാവേലിക്കരയിൽ നിന്ന് മനീഷ ബാലുകൃഷ്ണയാണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. Thank you so much, Manisha. കർത്താവെ, മനീഷയ്ക്കും ഉദരത്തിലെ കുഞ്ഞിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ദൈവിക സംരക്ഷണവും ആത്മീയവും ഭൗതികമായ ഉയർച്ചകളും നന്മകളും ഉണ്ടാകുവാൻ, തലമുറകളുടെ മേൽ ദൈവിക നിറവുണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. അടുത്ത നമ്മുടെ സ്പോൺസർ തോപ്പുംപടിയിൽ നിന്ന് സ്വർണ്ണലതയാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much, Swarnalata. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവരുടെ തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ഭവനം സ്വന്തം പേരിൽ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you once again, all sponsors. എല്ലാ സ്പോൺസേഴ്സിനുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. And I encourage all of you to join in this mission so that we can reach the millions around the globe who are not unreached, who are still unreached. ഇതുവരെ സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്തിടങ്ങളിലേക്ക് ഈ സുവിശേഷം കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും ഈ യാത്രയിൽ പങ്കുകാരാകാം. Get the details from the screen. സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. All right, we are going straight away to a praise and worship session. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. Hallelujah, praise the Lord. ഇന്ന് പകൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സർവനാമത്തിലും മീതെയുള്ള നാമം, the name above all names, the name of Jesus, യേശുവിന്റെ നാമം. Come on, let's sing together. ആരാധ്യനെന്നും സ്തുതികളിൽ വാഴുന്നു, തിരുനാമം ഉയർത്തിയിടുന്നു, എന്നെന്നും വാഴ്ത്തേണം സ്വലോകനാഥനാം കർത്താവി കർത്താവിനെ. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് ആരാധ്യനെന്നും ആരാധ്യനെന്നും സ്തുതികളിൽ വാഴുന്നു, തിരുനാമം ഉയർത്തിയിടുന്നു, എന്നെന്നും വാഴ്ത്തേണം, എന്നെന്നും വാഴ്ത്തേണം സ്വലോകനാഥനാം കർത്താവി കർത്താവിനെ. സർവനാമത്തിലും മേലായ നാമം, സർവനാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, ദൂതന്മാരാർപ്പിടും നാമം, അവനെ സ്തുതിക്കുക. സർവനാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, ദൂതന്മാരാർപ്പിടും നാമം, അവനെ അവന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുക. ഓ യേശുവേ, 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 യേശുവേ. Come on, let's put our hands together. Let's worship Him today. Oh, thank you, Lord. ജീവനെ തന്നവൻ, ജീവനെ തന്നവൻ, സൗഖ്യം പകരുന്നവൻ, തിരുനാമം ഉയർത്തിയിടുന്നു. ആകാശം മാറിയാലും, ആകാശം മാറി, ഈ ഭൂമി നീങ്ങിയാലും, ഭൂമിയും നീങ്ങിയാലും, നിൻ വചനം ഒരു നാളും മാറുകയില്ല.
ജീവനെ തന്നവൻ, ജീവനെ തന്നവൻ, എന്നെ സൗഖ്യമാക്കുന്നു, സൗഖ്യം പകരുന്നവൻ, തിരുനാമം ഉയർത്തിയിടുന്നു. ഓ ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിയാലും നിൻ വചനം മാറുകില്ല. തിരുനാമം ഭൂമിയിൽ ഉയർന്നിടും, നിൻ മക്കൾ സ്തുതിച്ചിടുമ്പോ അത്ഭുതം ചെയ്തിടും നാമം തൻ മക്കൾക്കായെന്നും. തിരുനാമം ഈ ഭൂമിയിൽ നമ്മൾ ഉയർത്തുമ്പോൾ നിൻ മക്കൾ സ്തുതിച്ചിടുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് രാവിലെ എല്ലാ ഭവനങ്ങളിലും സംഭവിക്കട്ടെ. യേശുവേ 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 യേശുവേ, ശക്തിയോടെ ആ നാമത്തെ സ്തുതിക്കാം. യേശുവേ 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 യേശുവേ, യേശുവേ Let the whole earth sing the name of Jesus. സകല സൃഷ്ടിയും യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. യേശുവേ യേശുവേ യേശുവേ. അവസാനമായി യേശുവേ Come on, let's put our hands together. യേശുവിന്റെ നാമം സകല നാമത്തെക്കാളും ഉയർന്ന നാമം. Oh, hallelujah. We are taking the third letter today, ഇന്ന് ഇതിൻ്റെ മൂന്നാമത്തെ ലെറ്ററാണ് നമ്മൾ എടുക്കുന്നത്. T. ടി. T stands for truth. ടി കാണിക്കുന്നത് ട്രൂത്ത് അഥവാ സത്യത്തെയാണ്. The Heavenly Father is a God of truth. സ്വർഗീയ പിതാവ് അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. The very essence of God is truth. ഓർക്കുക, ദൈവത്തിലെ എസൻസ് എന്ന് പറയുന്നത് അത് സത്യമാണ്. Isaiah 65, യെശയ്യാവ് 65 verse number 16. അതിൻ്റെ 16-ാമത്തെ വചനം. Whoever invokes a blessing in the land will do so by the God of truth. He who takes an oath in the land will swear by the God of truth. For the past troubles will be forgotten and hidden from our eyes. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. So twice in this verse it is mentioned that the God of truth. ഇവിടെ 2 പ്രാവശ്യം സത്യദൈവം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. So all the truth is found in God. എല്ലാ സത്യവും കാണപ്പെടുന്നത് കർത്താവിലാണ്. So a lot of people are searching for truth. ഒത്തിരി ആളുകളും സത്യം അന്വേഷികളാണ്. And even great people like Mahatma Gandhi, they were their whole life was seeking after truth. വലിയ വലിയ ആളുകൾ, അതായത് മഹാത്മാഗാന്ധി പോലുള്ളവരെല്ലാം തന്നെ സത്യാന്വേഷികളായിരുന്നു. But the ultimate truth is found in our Heavenly Father. എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യം നമുക്ക് കാണപ്പെടുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിലാണ്. So everybody say, my God is a God of truth. എല്ലാവരും ചേർന്ന് പറയാമോ, എൻ്റെ ദൈവം സത്യദൈവമാണ്. Write it down, type it down. അത് എഴുതുക, അത് ടൈപ്പ് ചെയ്യുക, And put it in the live chat. അത് ലൈവ് ചാറ്റിൽ ഇപ്പോൾ Our എഴുതുക. God is a God of truth. നമ്മുടെ ദൈവം സത്യദൈവമാണ്. That means even his throne is established in truth and righteousness. അതിൻ്റെ അർത്ഥം അവൻ്റെ സിംഹാസനം സത്യത്തിലും നീതിയാലുമാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. Now this God of truth or the Father of truth is seeking people who will worship him in truth. ഓർക്കുക, ഈ സത്യദൈവം
അല്ലെങ്കിൽ ഈ സത്യത്തിൻ്റെ ദൈവം അവൻ സത്യത്തിൽ തന്നെ ആരാധിക്കുന്നവരെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. That is what is revealed to the woman, the Samaritan woman, by the Lord Jesus. അതാണ് സമരിക്കാരിയായ സ്ത്രീക്ക് യേശു ക്രിസ്തുവിനാൽ വെളിപ്പെടുത്തിക്കുന്നത്. We have touched that portion many times, പല പ്രാവശ്യം നമ്മൾ ആ ഭാഗം തൊട്ട് but സംസാരിച്ചു. still once again we are going to read it. എന്നാൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ അത് വായിക്കാൻ The പോകുന്നു. 4th chapter of the Gospel of John, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായമാണിത്. 23 and 24. അതിന്റെ 23-24 വചനങ്ങൾ. Jesus is saying, "Yet a time is coming and has now come when the true worshippers will worship the Father in spirit and truth, for they are the kind of worshippers the Father seeks." സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. So Jesus is declaring a time that was coming in his day. യേശു കർത്താവ് തൻ്റെ കാലത്ത് വരുവാനുള്ള ഒരു സമയത്തെക്കുറിച്ച് യേശു പ്രഖ്യാപിക്കുകയാണ്. That means before that, this kind of worshippers, this category of worshippers were not in existence. അതിൻ്റെ അർത്ഥം ഇതുവരെയും ഇതിനോടകം ഇത്തരത്തിലുള്ള ഈ ഒരു വിഭാഗക്കാരായിട്ടുള്ള ആരാധനക്കാർ ഉണ്ടായിട്ടില്ല. Now Jesus is doing all the groundwork so that that class of worshippers will come in this world. ഇത്തരത്തിലുള്ള വിഭാഗക്കാർ ഈ ഭൂമിയിൽ വന്നു ചേരുവാനുള്ള എല്ലാ പശ്ചാത്തലവും യേശു കർത്താവ് ഇപ്പോൾ ഒരുക്കുകയാണ്. And what are the specialities of these particular kind of worshippers? ഈ പ്രത്യേക വിഭാഗത്തിലുള്ള ആരാധനക്കാരുടെ പ്രത്യേകത എന്താണ്? This verse is, the true worshippers, they will worship the Father in spirit and truth. ഇവിടുത്തെ ആ യഥാർത്ഥ സത്യ നമസ്കാരികളെ കുറിച്ച് പറയുന്നത് അവർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന. And the last part of that verse is, for they are the kind of worshippers the Father seeks. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. That means all through the human history the Father was in search of true worshippers. അതിൻ്റെ അർത്ഥം മനുഷ്യ ചരിത്രത്തിൽ ആകമാനം ദൈവം അല്ലെങ്കിൽ പിതാവ് ഇത്തരത്തിൽ ആരാധിക്കുന്നവരെ അവൻ തേടിക്കൊണ്ടിരുന്നു. But he couldn't find any. എന്നാൽ ആരെയും അവന് കണ്ടെത്താൻ സാധിച്ചില്ല. But Jesus came, എന്നാൽ യേശു വന്നു. and he is now preparing everything so that this kind of worshippers will rise in the world. എന്നാൽ യേശു കർത്താവ് ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ ഒരുക്കി അത്തരം ഒരു വിഭാഗത്തെ ഈ ലോകത്തിൽ നിന്ന് അവൻ ഉയർത്തിയിരിക്കുകയാണ്. Let's have one more look at verse number 24. God is spirit, and his worshippers must worship in spirit and in truth. 24-ാമത്തെ വചനം കൊണ്ട് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. Yes. So that worship should come from the Spirit. The Spirit in English is given with small letter s. That means it is not the Holy Spirit, our spirit. From our spirit and in truth, we have to worship the God of truth. ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് ദൈവ ആത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സ്പിരിറ്റിൽ നിന്നുകൊണ്ടാണ് നാം അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Coming to chapter 8 of the Gospel of John, ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. verse number 44. അതിന്റെ 44-ാമത്തെ വചനം. Oh, Jesus seems to be a little angry here. യേശു കർത്താവ് ഇവിടെ അല്പം കോപാകുലനാണ്. He says, you belong to your father the devil, and you want to carry out your father's desires. He was a murderer from the beginning and not holding to the truth, for there is no truth in him. When he lies, he speaks his native language, for he is a liar and the father of lies. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു.
Oh my God. Jesus is really offended and he's really indignant and he's really angry. ഇവിടെ യേശു കർത്താവ് വളരെയധികം മുഷിഞ്ഞ് വളരെയധികം ദേഷ്യത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. Why was Jesus angry? എന്തുകൊണ്ടാണ് അവൻ കോപാകുലനായത്? Jesus was speaking to the religious leaders of the day. അന്നത്തെ കാലത്തെ മതത്തിന്റെ ആളുകളോടാണ് അല്ലെങ്കിൽ നേതാക്കന്മാരോടാണ് യേശു സംസാരിച്ചുകൊണ്ടിരുന്നത്. Jesus came representing the Heavenly Father. യേശു കർത്താവ് സ്വർഗീയ പിതാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നത്. And Jesus is representing the God of truth. അത് മാത്രമല്ല അവൻ ആ സത്യദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നത്. But these religious leaders were offended. They were against Jesus. They were against the truth. എന്നാൽ ഈ മതത്തിന്റെ നേതാക്കന്മാർ അവർ ഈ കാര്യങ്ങളോട് അവർ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചു. So in that context, Jesus is saying, you belong to your father, the devil. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ മക്കൾ. That means your father is dwelling in you. അതിന്റെ അർത്ഥം നിങ്ങളുടെ പിതാവ് നിങ്ങളിൽ വാസം ചെയ്യുന്നു. And you are carrying out your father's desires. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. So I want to tell you that there are two fathers now. ഇവിടെ ഇപ്പോൾ രണ്ട് പിതാക്കന്മാരെ കുറിച്ച് പറയുന്നു. The father of truth. സത്യത്തിന്റെ പിതാവ്. The father of lies. അപ്പോൾ തന്നെ നുണയുടെ പിതാവ്. The father of truth is the heavenly father. സത്യത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ പിതാവാണ്. The father of lies is the devil. എന്നാൽ ഭോഷ്കിന്റെ നുണയുടെ പിതാവ് എന്ന് പറയുന്ന പിശാചാണ്. Jesus is representing the father of truth. യേശു കർത്താവ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് സത്യത്തിന്റെ പിതാവിനെയാണ്. And the Jewish leaders, the religious leaders, they are representing the father of lies, the devil. എന്നാൽ അവിടെയുള്ള യഹൂദ നേതാക്കന്മാർ അവർ പ്രതിനിധീകരിക്കുന്നത് ഭോഷ്ക് പറയുന്നവന്റെ അപ്പനായിരിക്കുന്ന പിശാചിനെയാണ്. Jesus said, the father is dwelling in me. I hear from the father. I am doing the will of the father. He is dwelling in me and through me he is working. All these works are from the father. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്തിരിക്കുന്നു, ഞാൻ പിതാവിന്റെ ഇഷ്ടം എന്നിലൂടെ പൂർത്തിയാക്കി ആ സത്യ ദൈവത്തെ ഞാൻ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നു. But these religious guys, the devil was dwelling in them. And that devil, the father of lies, the devil was working out, carrying out his desires through them. എന്നാൽ ഇവിടെ ഈ മതത്തിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പിശാച് അവരിൽ വാസം ചെയ്തുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികൾ അവരിലൂടെ പുറപ്പെട്ട് പിശാച് എന്ന് പറയുന്ന പിതാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവരായിരിക്കുന്നത്. So two fathers, the father of truth versus the father of lies. ഇവിടെ രണ്ട് പിതാക്കന്മാരെ കാണാം, സത്യത്തിന്റെ പിതാവ് വേഴ്സസ് അതുപോലെ തന്നെ ഭോഷ്കിന്റെ പിതാവ്. And the children of the father of truth and the children of the father of lies. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സത്യ ദൈവത്തിന്റെ മക്കൾ, അപ്പോൾ തന്നെ അല്ലെങ്കിൽ സത്യ ആത്മാവിന്റെ മക്കൾ, അതുപോലെ തന്നെ ഭോഷ്കിന്റെ പിതാവിന്റെ മക്കൾ എന്നുള്ളത് നമുക്ക് കാണാം. Mark Twain, he wrote like this. He said, a lie can travel halfway around the world while the truth is putting on its shoes. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന പ്രസിദ്ധനായൊരു വ്യക്തി പറഞ്ഞത്, സത്യം യാത്ര പുറപ്പെടുവാൻ വേണ്ടി തൻ്റെ ഷൂ ഇട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകസഞ്ചാരത്തിൻ്റെ പകുതി യാത്ര തീർത്തു കഴിഞ്ഞു കാണും. That means lie travels faster than truth. അതിൻ്റെ അർത്ഥം നുണ സത്യത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. But still truth has power. എന്നാൽ ഓർക്കുക, സത്യത്തിന് ശക്തിയുണ്ട്. And truth can set you free. അത് മാത്രമല്ല സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. Truth is very strong. സത്യം അത് വളരെ ശക്തിമത്താണ്. But when the truth comes, all the lies will be shattered. ഓർക്കുക, സത്യം വരുമ്പോൾ എല്ലാ നുണകളും അപ്രത്യക്ഷമാകും. John chapter 1 verse number 14. യോഹന്നാന്റെ സുവിശേഷം 1:14. The word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only Son, who came from the Father, full of grace and truth. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. So what is happening here? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? The heavenly Father is the Father of truth. സ്വർഗീയ പിതാവ് അവൻ സത്യത്തിന്റെ പിതാവാണ്. The essence of truth is found in him. അതിന്റെ എസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവനിലാണ്. And Jesus is the bringer of truth into the world. യേശു കർത്താവാണ് ഈ ഭൂമിയിലേക്ക് ആ സത്യത്തെ കൊണ്ടുവന്നവൻ. And for that the word, the logos became flesh
and made his dwelling among us. അതിലൂടെ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. So he came to this world to eliminate all lies. ഓർക്കുക, എല്ലാ നുണകളെയും പുറത്താക്കുവാൻ, ഇല്ലാതാക്കി കളയുവാനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. So he came from the Father, full of grace and truth. ഓർക്കുക, അവൻ ആ സത്യത്തിന്റെ പിതാവിൽ നിന്ന് പൂർണ്ണമായി കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. He was so full of truth that he said, I am the truth. അവൻ സത്യത്താൽ നിറഞ്ഞവനായതുകൊണ്ടാണ് ഞാൻ സത്യമാകുന്നു എന്നവന് പറയാൻ You സാധിച്ചത്. can read that in John 14 and verse number 6. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനത്തിലാണ് അത് നമുക്ക് കാണാൻ And സാധിക്കുന്നത്. another amazing thing I want to show you is this. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് This is from John chapter 15 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ്. and verse number 26. അതിന്റെ 27-ാമത്തെ വചനം. When the advocate comes, whom I will send to you from the Father, the Spirit of truth, who goes out from the Father, he will testify about me. 26-ാമത്തെ വചനം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. So what is happening here? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? Another Spirit is coming, the Spirit of truth, another advocate. He is coming full of truth from the Father. ഇവിടെ ഇപ്പോൾ മറ്റൊരു ആത്മാവ്, സത്യാത്മാവ് കാര്യസ്ഥനായിക്കൊണ്ട് പിതാവിൽ നിന്ന് അവൻ പുറപ്പെട്ടു വരികയാണ്. So there is a God of truth, അപ്പോൾ ഓർക്കുക, സത്യ ദൈവം ഉണ്ട്, the Father of truth. അപ്പോൾ തന്നെ സത്യത്തിന്റെ പിതാവുണ്ട്. Jesus is coming forth full of truth, സത്യത്തിൽ നിന്നാണ് യേശു കർത്താവ് പുറത്തു and വന്നിരിക്കുന്നത്. he brought truth into this world. ഈ ലോകത്തിലേക്ക് അവൻ അതുകൊണ്ട് സത്യം From the കൊണ്ടുവന്നു. same Father, the Spirit of truth is coming out. അതേ പിതാവിൽ നിന്ന് തന്നെയാണ് സത്യാത്മാവും പുറത്തേക്ക് വരുന്നത്. Hallelujah. ഹല്ലേലൂയ. And he continues the work where Jesus stopped. യേശു കർത്താവ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഈ സത്യാത്മാവ് തന്റെ പ്രവർത്തനം തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. So in the Holy Trinity, the Father is full of truth, Jesus is full of truth, and the Holy Spirit is full of truth. അതുകൊണ്ട് ത്രിത്വത്തിലേക്ക് നാം നോക്കുമ്പോൾ പിതാവ് പരിപൂർണമായും സത്യത്താൽ നിറഞ്ഞിരിക്കുന്നു, പുത്രനായ ക്രിസ്തു സത്യത്താൽ നിറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവും സത്യത്താൽ നിറഞ്ഞിരിക്കുന്നു. Praise God. Praise God. Coming to 2 John chapter 1 ഇനി ഇപ്പോൾ 2 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരിക, 1-ാമത്തെ അധ്യായം and verse number 4. അതിന്റെ 4-ാമത്തെ വചനം. It has given me great joy to find some of your children walking in the truth, just as the Father commanded us. നമുക്ക് പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. Hallelujah. ഹല്ലേലൂയ. So the Father has commanded us to walk in truth. സത്യത്തിൽ നടക്കുക എന്നതിന് പിതാവ് കൽപ്പന നൽകിയിരിക്കുന്നു. So John is saying it has given me great joy to find some of your children walking in the truth. ഇവിടെ യോഹന്നാൻ പറയുന്നത് അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ടിട്ട് യോഹന്നാന് സന്തോഷം തോന്നിയെന്നാണ്. Praise God. Praise God. So what should we do to walk in truth? സത്യത്തിൽ നടക്കുവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? Very simple. വളരെ ലളിതമായ കാര്യമാണ്. This truth is revealed in the word. ഈ സത്യം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. John chapter 17, when Jesus is praying the high priestly prayer, he says, your word is truth. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു കർത്താവ് പറയുന്ന പ്രാർത്ഥനാ വാചകങ്ങളിലൊന്നാണ്, നിന്റെ വചനം സത്യമാകുന്നു. Hallelujah. ഹല്ലേലൂയ. John chapter 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verse number 30 onwards. അതിന്റെ 30 മുതലുള്ള വചനങ്ങൾ. Even as he spoke, many put their faith in him. Now 31, the Jews who had believed in him, Jesus said, if you hold to my teaching, you are really my disciples. Then you will know the truth, and the truth will set you free. So if the Son sets you free, you'll be free indeed. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. Yes. So the truth has the power to set us, to liberate us. നമ്മെ സ്വതന്ത്രമാക്കുവാനുള്ള ശക്തി സത്യത്തിനുണ്ട്. Hallelujah. ഹല്ലേലൂയ. I still remember when I first got saved and I started reading the Bible, every truth I took in,
liberated me. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ ആദ്യമായി ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഓരോ വചനങ്ങളും സത്യത്തിൽ എന്നെ സ്വതന്ത്രമാക്കുകയായിരുന്നു. So it is like a bomb blast. It is like something coming into our spirits and exploding. Each and every superstition, the blind belief, everything will be destroyed by the bombarding of the truth of God. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബ് സ്ഫോടനം പോലെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ തെറ്റായ ചിന്താഗതികളെ ഒക്കെ തകർത്ത് ദൂരേക്ക് എറിഞ്ഞു കളയുന്ന ഒന്നായി ഒരു വലിയ സ്വാതന്ത്ര്യം അതെനിക്ക് നൽകി. Oh my dear brothers and sisters, the truth of God is going to liberate you. എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ദൈവത്തിന്റെ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. Jesus is truth. യേശു കർത്താവ് The സത്യമാണ്. Holy Spirit is the Spirit of truth. പരിശുദ്ധാത്മാവ് അത് സത്യത്തിന്റെ ആത്മാവാണ്. The Word is truth. ദൈവവചനം So സത്യമാണ്. in the Holy Spirit, when you read the Word of God, it will set you free. അതുകൊണ്ട് ദൈവവചനം പരിശുദ്ധാത്മാവിൽ ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. And each truth that is absorbed and integrated into your spirit will set you free step by step, face by face. അതുകൊണ്ട് ഈ ഓരോ സത്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ആത്മാവിലേക്ക് കയറിയിരിക്കുന്ന ഓരോ സത്യങ്ങളും മെല്ലെ മെല്ലെ പടിപടിയായിട്ട് നിങ്ങളെ സ്വതന്ത്രപ്പെടുത്തിക്കൊണ്ടിരിക്കും. And you'll be liberated from the spirit of fear. നിങ്ങൾ ഭയത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം You'll be പ്രാപിക്കും. liberated from all the lies of the devil. അതുപോലെ സാത്താന്റെ എല്ലാ ഭോഷ്കിൽ നിന്നും നിങ്ങൾ And സ്വാതന്ത്ര്യം you will പ്രാപിക്കും. start growing in your mind, in the emotional area, in the spirit. നിങ്ങളുടെ മനസ്സിലും അതുപോലെ നിങ്ങളുടെ വികാരങ്ങളുടെ മേഖലകളിലും നിങ്ങളുടെ ആത്മാവിന്റെ മേഖലകളിലും നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. Let us pray right now. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father, we know that you are a Father of truth. സ്വർഗീയ പിതാവേ, അങ്ങ് സത്യത്തിന്റെ ദൈവമാണ്, പിതാവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. Fill us, Lord, with your truth, just like Jesus is full of truth. കർത്താവെ, യേശു കർത്താവ് സത്യമായിരുന്നതുപോലെ തന്നെ ഞങ്ങളെയും ഈ സത്യത്താൽ നിറയ്ക്കണമേ. I pray for every viewer right now. ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, let your truth liberate them, set them free. കർത്താവെ, അങ്ങയുടെ സത്യം ഇവരെ സ്വതന്ത്രമാക്കട്ടെ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Amen. Let's go to a testimony right now. നമുക്ക് ഈ സമയത്ത് ഒരു ടെസ്റ്റിമണി കേൾക്കാം. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ പേര് സുമതി, തലശ്ശേരിയാണ് താമസിക്കുന്നത്. എൻ്റെ കഴുത്തിന് മുൻവശത്ത് കൊളോയിഡ് ഗോയിറ്റർ കൊണ്ടുള്ള ഒരു മുഴയുണ്ടായിരുന്നു. ഞാൻ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി കാണാറുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നിങ്ങളെ വിശുദ്ധരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന എപ്പിസോഡിൽ ബ്രദർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ സുമതി എന്നൊരാളുടെ രോഗം ഇന്ന് കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അത് എന്നെ കൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴ കാണാനില്ല. ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. എൻ്റെ മകൾക്ക് കുറച്ച് കാലമായി ശക്തമായ തലവേദന വരാറുണ്ട്. തലവേദന സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. പ്രേയിങ് ഫോർ ഹെർ ഹീലിംഗ് എന്ന് ബ്രദർ മറുപടി തരികയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന വന്നിട്ടില്ല. ഞങ്ങളുടെ രോഗം സൗഖ്യമാക്കി തന്ന കർത്താവിനെ വാഴ്ത്തുകയും ഞങ്ങളുടെ രോഗസൗഖ്യത്തിന് Amen. Our God is the healer. നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. The God never changes. അത് മാത്രമല്ല, ദൈവം ഒരിക്കലും മാറുന്നില്ല. Jesus Christ is the same yesterday, today, tomorrow, day after tomorrow, next week, next month, next year, and forever. അവർക്ക് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും അടുത്ത വർഷവും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. Hallelujah. ഹല്ലേലൂയ. Father, in Jesus' name, I pray for all the sick people right now. പിതാവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗികൾക്കായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. As we heard in the testimony, all kinds of lumps, all kinds of tumors disappear in Jesus' name. കർത്താവേ, ഞങ്ങളിപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ എല്ലാ തരത്തിലുള്ള മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ എന്ന് And പ്രാർത്ഥിക്കുന്നു. all kinds of pain vanish in Jesus' name. എല്ലാ തരത്തിലുള്ള വേദനകൾ ഇപ്പോൾ തന്നെ
മാറിപ്പോകട്ടെ. And even deadly diseases be healed in Jesus' name. അതുമാത്രമല്ല മരണകരമായ രോഗങ്ങൾ ഇപ്പോൾ All kinds of pandemic pestilences and all kinds of such contagious diseases be healed in the name of Jesus. എല്ലാ മഹാമാരിയുടെ അസുഖങ്ങളും പകർച്ചവ്യാധിയുടെ അസുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. As I'm praying, some people are experiencing extreme heat in your body. ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ശരീരത്തിൽ അതിശക്തമായ വിധത്തിൽ ചൂട് അനുഭവിക്കുന്നുണ്ട്. That is the work of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. And the Holy Spirit is taking away many diseases and he is breaking bondages. അതുമാത്രമല്ല പരിശുദ്ധാത്മാവ് ഒത്തിരി രോഗങ്ങളെ എടുത്തു മാറ്റി എല്ലാ തടസ്സങ്ങളെയും അവൻ എടുത്തു മാറ്റുകയാണ്. In the name of Jesus, receive your healing. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിച്ചെടുത്താലും. Even if I'm not calling out your names or I'm not calling out the situations, if you need healing, you can just stretch forth your hands towards the screen and receive. ഇപ്പോൾ നിങ്ങളുടെ പേര് ഞാൻ വിളിച്ചു പറഞ്ഞില്ല, രോഗവിവരങ്ങൾ വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ പോലും ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Receive your deliverance right നിങ്ങളുടെ now. സൗഖ്യത്തെ വിടുതലെ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. Receive your healing right ഈ now. സമയത്ത് നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിച്ചാലും In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Amen. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. Never miss any single episode. ഒരു സിംഗിൾ എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ഒഴിവായി പോകരുത്. Tell everyone about this. എല്ലാവരോടും ഈ കാര്യം വിളിച്ചു പറയുക. Subscribe to Blessing Today YouTube channel. ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And forward the link of this video to everyone. അതുമാത്രമല്ല ഈ വീഡിയോന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. God bless you. ദൈവം നിങ്ങളെ See you അനുഗ്രഹിക്കട്ടെ. tomorrow. Bye-bye. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ബൈ. യേശുവേ 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 ശക്തിയോടെ ആ നാമത്തെ സ്തുതിക്കാം. യേശുവേ 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 Let the whole earth sing the name of Jesus. സകല സൃഷ്ടിയും യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ. യേശുവേ 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 അവസാനമായി യേശുവേ Come on, let's put our hands together. യേശുവിന്റെ നാമം സകല നാമത്തേക്കാൾ ഉയർന്ന നാമം.